ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന ചാപ്റ്ററിൽ പറയുന്നതെന്ന്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ബിസിനസ് പ്ലാനിങ്. ബിസിനസ് പ്ലാനിങ്ങിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂയിങ് പ്രോസസ്സ്. ഇതെന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്? അനലൈസിങ് ആൻഡ് ഓർഗനൈസേഷൻസ് വർക്ക് ഫോഴ്സ് നീഡ്സ് അണ്ടർ ചേഞ്ചിങ് കണ്ടീഷൻസ്. ഒരു ചേഞ്ചിങ് കണ്ടീഷൻസിൽ ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക് ഫോഴ്സിന് ആവശ്യമായ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് അനലൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആൻഡ് ഡെവലപ്പിംഗ് പേഴ്സണൽ പോളിസീസ്. അവിടെ പേഴ്സണൽ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്രോപ്രിയേറ്റ് ദ ലോങ് ടേം എഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പേഴ്സണൽ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു ചേഞ്ചിങ് കണ്ടീഷൻസിൽ ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സ് നീഡ്സ് അനലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പ്രോസസ്സാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. Then, human resource plans should cover a widest range of personal policies. അപ്പോൾ ഒരു പേഴ്സണൽ പോളിസിയുടെ ഒരു വൈഡസ്റ്റ് റേഞ്ച് കവർ ചെയ്യുന്നുണ്ട് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. മാൻ പവർ പ്ലാനിങ് ഓർ വർക്ക് ഫോഴ്സ് പ്ലാനിങ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് an organization determines its human resource management needs and issues and develops and implement plans to address them. ഈ മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്, അവരുടെ ഇഷ്യൂസ്, അതേപോലെ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ അവരെ പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റ് ആണ് എന്ത് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കളക്ട് ചെയ്യുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുക എന്നുള്ളൊക്കെ മീനിങ് ആണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊക്യൂർമെൻറ്റ് മീൻസ് അക്വയറിങ് ആഡിക്വേറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഫോർ പെർഫോമിങ് വേരിയസ് ബിസിനസ് ടാസ്ക്. ഒരു ബിസിനസ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എഡിക്കേറ്റ് തന്നെയാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് വേർഡ്, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ ആ ഒരു ജോലിയോട് അഡാപ്റ്റ്, അത് അത്രയും എന്താ പറയുക കണക്റ്റഡ് ആയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് പേഴ്സൺസ് ഷുഡ് ബി അപ്പോയിൻറ്റഡ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് അറ്റ് ദ റൈറ്റ് ടൈം. കറക്റ്റ് ടൈമിന് കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് പേഴ്സണെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൊക്യൂർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ പ്രോസസ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. പ്രൊക്യൂർമെൻറ്റിൽ മേജർ 3 സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ആണ്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ദ കൈൻഡ് ഓർ ക്വാളിറ്റി ഓഫ് പേഴ്സണൽ, ദാറ്റ് മീൻസ് ജോബ് അനാലിസിസ്. അവിടെ നമ്മളുടെ ആ ഒരു ജോലിയെ അനലൈസ് ചെയ്യാണ്. അവിടെ ആ ജോലിക്ക് വേണ്ട ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ അല്ലെങ്കിൽ കൈൻഡ് എന്താണെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ഓഫ് പ്രൊക്യൂർമെൻറ്റ്. That means that is the first step of procurement process, job analysis. The next one is determination of the quantity of personnel required. That is human resource planning. അതായത് ഒരു ജോബ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ജോബിലേക്ക് എത്ര ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി പേഴ്സൺസിനെ നമുക്ക് ആവശ്യമുണ്ട്, എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് അവിടേക്ക് ഇൻഡിവിജ്വലിന്, അത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ശരിക്കും എന്തെന്നാണ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷമാണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്ന പ്രോസസ്സിലേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രൊക്യൂർമെൻറ്റിലെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് കൈൻഡ് ഓർ ക്വാളിറ്റി ഓഫ് പേഴ്സണൽ, ദാറ്റ് ഈസ് ജോബ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക്
പ്രൊക്യൂർമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ജോബ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൻ്റെ ജോബിനെ കുറിച്ചിട്ട്, ആ ബിസിനസ്സിൽ പെർഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ജോബ്സിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് വേണ്ട ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. അത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിഫറെൻ്റ് ആയിട്ട് ജോബ് അനലൈസ് ചെയ്യേണ്ടി വരും, ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കേണ്ടി വരും, ജോബ് സ്പെസിഫിക്കേഷൻ, ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഈ ജോബ് അനാലിസിസ് എന്ന കോൺസെപ്റ്റിൽ വരുന്നത്. നമുക്ക് നോക്കാം ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ. ദെൻ ജോബ് അനാലിസിസ്. Job is a group of positions involving same duties, responsibilities, knowledge and skill. ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പൊസിഷൻസിനെയാണ് നമ്മൾ ജോബ് എന്ന് പറയുന്നത്. അതിന് സെയിം ഡ്യൂട്ടീസ് ആയിരിക്കും, സെയിം റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, സെയിം നോളേജ് ആയിരിക്കും വേണ്ടത്, അതേപോലെ തന്നെ സെയിം സ്കില്ലായിരിക്കും. അതേപോലെ അപ്പോൾ അതിലൊരു ജോബിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ജോബ്സ് എന്ന് പറയുമ്പോൾ ഓരോ ജോബിനും അതിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും. Each job has a definite title and this title is different from jobs to job. ഓരോ ജോബിനും ഓരോ ടൈറ്റിൽ ഉണ്ടായിരിക്കും. അത് ക്ലർക്ക്, ടീച്ചർ, സെയിൽസ്മാൻ, അവരുടെയൊക്കെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി ചെയ്യേണ്ട ഇൻഡിവിജ്വലിൻ്റെ പൊസിഷൻ, അതേപോലെ അവരുടെ ക്വാളിറ്റി ഒക്കെ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ ഒരു ക്ലർക്ക് എന്ന് പറയുമ്പോൾ എല്ലാ ക്ലർക്കുമാർക്കും വരുന്ന അവരുടെ നോളേജ്, സ്കില്ല്, റെസ്പോൺസിബിലിറ്റി അതൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ. Then position is a collection of tasks and duties regularly assigned to one person. ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു പേഴ്സണിനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ഡ്യൂട്ടീസിൻ്റെ കളക്ഷനെയാണ് പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പൊസിഷൻ ഈസ് എ പേഴ്സണൽ വൺ ആൻഡ് ജോബ് ഈസ് ഇംപേഴ്സണൽ. പൊസിഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആണെങ്കിൽ ജോബ് എന്ന് പറയുന്നത് ഒരു ഇംപേഴ്സണൽ ആണ് എന്നാണ് പറയുന്നത്. Then job analysis. Job analysis is a detailed and systematic study of jobs to know the nature and characteristics of the people to be employed in different kinds of jobs. ഇപ്പോൾ ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ജോബിൽ ഓരോ എംപ്ലോയിയും പെർഫോം ചെയ്യുന്ന ഓരോ പീപ്പിളിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ അതിനനുസരിച്ചായിരിക്കും, അതായത് ജോലിയുടെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചായിരിക്കും നമ്മളവിടെ പീപ്പിളിനെ എന്ത് ചെയ്യേണ്ടത്? എംപ്ലോയ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്, ഒരു ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ജോബ് അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്. ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ആവശ്യമായി വരുമ്പോൾ അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ജോബ് അനാലിസിസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ജോബ് അനാലിസിസിനെ കുറിച്ച് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഡെഫിനിഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ജോബ് അനാലിസിസിനെ കുറിച്ചിട്ട് ഫ്ലിപ്പോ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ജോബ് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ഓപ്പറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സ്പെസിഫിക് ജോബ്. ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ, ഒരു സ്പെസിഫിക് ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അതേപോലെ തന്നെ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ജോബ് അനാലിസിസ് എന്നാണ് പറയുന്നത്. ദെൻ മൈക്കിൾ ജെ ജ്യൂസിസ് പറയുന്നത് എന്താ നോക്കാം. ജോബ് അനാലിസിസ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ദ ഓപ്പറേഷൻസ്, ഡ്യൂട്ടീസ് ആൻഡ് ഓർഗനൈസേഷണൽ ആസ്പെക്ട്സ് ഓഫ് ജോബ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഓർഗനൈസേഷണൽ ആസ്പെക്ട്സ്, അതായത് ഒരു ഓർഗനൈസേഷനിലെ ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ ജോബിൽ വരുന്ന ഓപ്പറേഷൻസ്, സ്റ്റഡീസ്, ദാറ്റ് മീൻസ് ഡ്യൂട്ടീസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു പ്രോസസ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഡിറൈവ് സ്പെസിഫിക്കേഷൻസ് ഓർ ആസ് ദേ ആർ കോൾഡ് ബൈ സം ജോബ് ഡിസ്ക്രിപ്ഷൻ. അവിടെ ഒരു ജോലിയുടെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്. ദെൻ സ്കോട്ടിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. സിമ്പിൾ ഡെഫിനിഷനാണ്.
Job analysis is the process of critically evaluating the operations, duties and responsibilities of the job. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ് സ്കോട്ടിൻ ആൻഡ് ഓപ്പിൻസിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ജോബ് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് ദ ഓപ്പറേഷൻസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ജോബ്. ഒരു ജോബിൻ്റെ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുന്ന, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും 3 ഡെഫിനിഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓവറോൾ എന്ത് പറയാം? ജോബ് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഓഫ് operations, duties, responsibilities, work conditions, nature of work, qualities of personnel, etc. അതായത് ജോബ് അനാലിസിസ് എന്ന് പറയുമ്പം അവിടെ ആ ഒരു ജോലിയെക്കുറിച്ചിട്ട്, ആ ജോലിയിലെ ഓപ്പറേഷൻസ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ആ ഒരു ജോബ് ചെയ്യുന്ന സമയത്തുള്ള വർക്ക് കണ്ടീഷൻ, ആ ഒരു വർക്കിൻ്റെ നേച്ചർ, ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സണലിന് വേണ്ട ക്വാളിറ്റീസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനകത്ത്? ജോബ് അനാലിസിസ് എന്നുള്ള പ്രോസസ്സിൽ. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു കളക്ട് ആൻഡ് കമ്പൈൽ ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് എ പ്രോപ്പർ ജോബ് അനാലിസിസ്. അപ്പം കൃത്യമായിട്ടുള്ള ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും കമ്പൈൽ ചെയ്യുകയും വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ഇപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും കമ്പൈൽ ചെയ്യുകയും വേണമെന്ന് പറഞ്ഞു. നമുക്ക് കൃത്യമായൊരു ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആ ജോലിയെക്കുറിച്ച് ആദ്യം നമ്മൾ അറിയണം, അല്ലേ? അറിഞ്ഞാലേ അതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. ആ ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ജോബിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ട, കമ്പൈൽ ചെയ്യും കളക്ട് ചെയ്യും വേണമെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് പറയുന്നത്. ജോബ് ടൈറ്റിൽ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ജോബ് ടൈറ്റിൽ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണത്. ജോബ് ടൈറ്റിൽ എന്താണ് എന്നുള്ളത് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ദെൻ ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഇഫ് എനി, ഇൻ കേസ് അതിനൊരു ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ദെൻ നേച്ചർ ഓഫ് വർക്ക്, ആ വർക്കിൻ്റെ നേച്ചർ എന്താണെന്ന് അറിയണം. എക്യുപ്മെൻറ്റ്സ്, ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് യൂസ്ഡ്, ആ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, എന്തൊക്കെ ടൂൾസ് ഉണ്ട്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് അറിയണം. ദെൻ റിലേഷൻഷിപ്പ് ഓഫ് വൺ ജോബ് വിത്ത് അനദർ, ആ ഒരു ജോലിക്ക് മറ്റുള്ള ജോലികളുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? റിലേഷൻ ഉണ്ടെങ്കിൽ എത്തരത്തിലാണ് റിലേഷൻ വരുന്നത്? ഇതിപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ജോലി, ചിലപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി മറ്റൊരു ജോലിയായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ റിലേഷൻ ആ ഒരു ജോലിക്ക് വരുന്നുണ്ട്? ദെൻ എഡ്യൂക്കേഷൻ റിക്വേർഡ്, ആ ഒരു പർട്ടിക്കുലർ ജോബ് കണ്ടക്ട് ചെയ്യാനായിട്ട് വേണ്ട എഡ്യൂക്കേഷൻസ് എന്തൊക്കെയാണ്? ദെൻ എക്സ്പീരിയൻസ് റിക്വേർഡ്, ദെൻ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫേർട്ട് റിക്വേർഡ്, ദെൻ റെസ്പോൺസിബിലിറ്റി, സൂപ്പർവിഷൻ റിക്വേർഡ് ആൻഡ് എനി അതർ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ജോബ് അനാലിസിസിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന സമയത്ത്, ആ ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ആഫ്റ്റർ കളക്ടിങ് ദ ഡാറ്റ ഇറ്റ് ഷുഡ് ബി കമ്പൈൽഡ് ആൻഡ് അനലൈസ്ഡ്. അപ്പോൾ ഇത്രയും ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൽ ചെയ്യണം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. എല്ലാത്തിനും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യണം. Such an analysis provides information about the quality of the personnel required for performing a job. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ആ ജോബിനെ അനലൈസ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ജോബ് ചെയ്യാനായിട്ട് ഒരു ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വൽ, ആ പേഴ്സണലിന് എത്രത്തോളം ക്വാളിറ്റി ആ ഒരു പർട്ടിക്കുലർ ജോബ് പെർഫോം ചെയ്യാനായിട്ട് വേണം എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, ദെൻ ഇൻ ഷോർട്ട്, job analysis means gathering information and knowledge about job and their requirements. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഒരു ജോലിയെക്കുറിച്ചിട്ട്, ആ ജോലിക്ക് ആവശ്യമായ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളജ് ഗ്യാദർ ചെയ്യുന്നതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ജോബ് അനാലിസിസ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജോബ് അനാലിസിസിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഡാറ്റാസ് കളക്ട് ചെയ്യുക, കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ജോബ് അനാലിസിസിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. അത് നമുക്കടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത ക്ലാസ്സിൽ പറയാം.